വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. യെസ്, നമ്മുടെ USS എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനു വേണ്ടി ഗംഭീരമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യായിരിക്കും എന്നുള്ളത് മിസ്സിന് അറിയാം. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈസി ആയിട്ട് നമുക്ക് USS ഒക്കെ ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ നിന്നും USSന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ USS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ നെയിം ഓഫ് ഗ്യാസ് ദാറ്റ് കോസസ് ആസിഡ് റെയിൻ. അല്ലെ, ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അമ്ലമഴയ്ക്ക് അല്ലെങ്കിൽ ആസിഡ് റെയിനിന് കാരണക്കാരായിട്ടുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട രണ്ടാളുകളെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. യെസ്, ഒന്ന് നമ്മുടെ സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ നമ്മുടെ നൈട്രജന്റെ ഓക്സൈഡുകളും, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, അപ്പൊ നൈട്രജന്റെ ഓക്സൈഡുകളും നമ്മുടെ സൾഫറിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴയ്ക്ക് കാരണം. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ റെയിൻ വാട്ടർ എന്ന് പറയുന്ന സമയത്ത് യെസ് ആക്ച്വലി അത് പ്യുവർ ആണ് അല്ലെ. പക്ഷെ അതിങ്ങനെ താഴേക്ക് നമ്മുടെ എർത്തിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്നും പലതരത്തിലുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ വാട്ടറിൽ ഡിസോൾവ്ഡ് ആവുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സൾഫർ ഡയോക്സൈഡും നമ്മുടെ നൈട്രജന്റെ ഓക്സൈഡുകളൊക്കെ. ഇവരൊക്കെ നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ആവുന്ന സമയത്ത്, റെയിൻ വാട്ടറിൽ ഡിസോൾവ്ഡ് ആവുന്ന സമയത്ത് അത് എന്ത് ഫോം ചെയ്യുന്നു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആസിഡ് ആണ് പിന്നീട്, അല്ലെങ്കിൽ ഈ ആസിഡിന്റെ അംശമുള്ള നമ്മുടെ വാട്ടറിലെ റെയിൻ വാട്ടർ എന്തായിട്ട് മാറുകയാണ്? ആസിഡ് ആയിട്ട് മാറുകയാണ്. ആ ആസിഡ് ആണ് നമ്മുടെ എർത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? വീഴുന്നത്. സോ അതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജന്റെ ഓക്സൈഡുകളും ആണ്. പല പല ഫാക്ടറികളിൽ നിന്നും പുറത്തു പോകുന്ന പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എയർ പൊല്യൂഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ഗ്യാസ് എന്ത് ചെയ്യാണ്? നമ്മുടെ റെയിൻ വാട്ടറിൽ ഡിസോൾവ് ആവുകയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ യെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താജ്മഹലിന്റെ നിറം മങ്ങാൻ ഇടയാക്കുന്ന വ്യവസായശാലകൾ പുറന്തള്ളുന്ന വാതകം ഏതാണ്? ദ ഗ്യാസ് എമിറ്റഡ് ബൈ ഇൻഡസ്ട്രീസ് വിച്ച് കോസസ് ദ കളർ ഓഫ് താജ്മഹൽ ടു ഫെയ്ഡ്. നമുക്കറിയാം, താജ്മഹൽ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ നിറം മങ്ങുന്നത് അല്ലെങ്കിൽ അതിന്റെ കളർ ഫെയ്ഡ് ആവുന്നതായിട്ട് ബന്ധപ്പെട്ട കുറെ ന്യൂസ് ഒക്കെ നമ്മുടെ പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള പോലെ കളർ പോവാൻ അല്ലെങ്കിൽ നിറം മങ്ങാൻ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ താജ്മഹലിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാക്ടറീസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് അല്ലെ, ഒരു നഗരമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആസിഡ് റെയിൻ അമ്ലമഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകങ്ങളും കൂടുതലായിരിക്കും. അപ്പൊ ഈ വാതകമൊക്കെ റെയിൻ വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ റെയിൻ വാട്ടർ എന്ന് പറയുന്നത് ആസിഡ് റെയിൻ ആയിട്ട് അമ്ലമഴയായിട്ട് പെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇതിന് കാരണമായിട്ടുള്ള വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചു, ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴയ്ക്ക് രണ്ട് കാരണക്കാരുണ്ട് അല്ലെ. ഒന്ന് സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നൈട്രജന്റെ ഓക്സൈഡുകളും ഉണ്ട്. ഇതില് താജ്മഹലിന്റെ നിറം മങ്ങാൻ, താജ്മഹലിന്റെ കളർ ഫെയ്ഡ് ആവാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ് എന്നുള്ളത് മക്കൾ ഓർത്തു വെക്കുക. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ആളാണ് താജ്മഹലിന്റെ കളർ. ഇതാ ഈ കാണുന്ന നോക്കിയാൽ നിങ്ങൾ, ഇതാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് ഉണ്ടാവുന്ന കളർ എങ്കിൽ ഇപ്പൊ അത് നിറം മങ്ങിയിട്ട് ഫെയ്ഡ് ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സൾഫർ ഡയോക്സൈഡുകളാണ്. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവിടെ അടുത്തുള്ള ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന പുകയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും കൂടിയ ക്വാണ്ടിറ്റിയിൽ കാണുന്ന ആളാണ് ഈ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അവിടെ പെയ്യുന്ന മഴയിൽ ആ റെയിൻ വാട്ടറിൽ ഡിസോൾവ് ആവുകയെന്ന് അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട്, അങ്ങനെ ഇവര് പെയ്യുന്ന സമയത്ത് ഒരു ആസിഡ് റെയിൻ അല്ലെ, അമ്ലമഴയല്ലേ താഴേക്ക് വരുന്നത്. ഇത് ഈ പറയുന്ന താജ്മഹലിൽ ഏൽക്കുകയാണ്. താജ്മഹൽ എന്ന് പറയുന്നത് മാർബിളുമായിട്ടാണ് അല്ലെ, മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാർബിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റോൺ ആണ്. അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അതിന്റെ റിസൾട്ട് ആയിട്ട് ഇതിന്റെ നിറം ഇങ്ങനെ മങ്ങിപ്പോവുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജനറൽ ആയിട്ട് എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സാധാരണ താജ്മഹലിന്റെ നിറം മങ്ങാൻ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴയാണ് കാരണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അവിടെ കാരണക്കാരനായിട്ടുള്ള വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കണം, സൾഫർ ഡയോക്സൈഡ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ആരാന്നാ ചോദിച്ചിരിക്കുന്നത്. എ ഗ്യാസ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ ഫ്രം റീച്ചിങ് ദ എർത്ത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു കുടയായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ എപ്പോഴും പറയൂ അല്ലെ, നമ്മുടെ ഒരു സുരക്ഷിത കവചമായിട്ട് മാറുന്ന ആളെന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഓസോൺ ആണ്. ഓസോണിന്റെ ഒരു ലെയർ എർത്തിന് ചുറ്റും ഭൂമിക്ക് ചുറ്റും എന്താണ് ഓസോണിന്റെ ഒരു ലെയർ ഉണ്ട്. നമ്മളിപ്പോ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാ? UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതായത് സണ്ണിന്റെ എന്താണ് ഈ പറഞ്ഞ അൾട്രാ വയലറ്റ് കിരണങ്ങളൊന്നും നമ്മുടെ സ്കിന്നിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ സൺസ്ക്രീൻ. അതേപോലെ നമ്മുടെ ഭൂമിയുടെ സൺസ്ക്രീൻ എന്ന് പറയുന്ന ആളാണ് ശരിക്കും ആര്? ഈ പറയുന്ന നമ്മുടെ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓസോൺ ലെയറിൽ വിള്ളൽ വീഴുന്നതിനനുസരിച്ച് ഈ പറയുന്ന നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ കൂടെ നമ്മുടെ അൾട്രാ വയലറ്റ് അല്ലെ UV കിരണങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? അകത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാനിടയാകുന്ന വാതകം ഏതാണ്? A gas that causes a crack in the ozone layer. ഓസോൺ ലെയറിൽ വിള്ളൽ വീഴാൻ ഏത് വാതകമാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഓസോൺ ഡേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം, ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ CFC എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയിലുള്ള വിള്ളൽ വീഴാൻ ഇടയാക്കുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസോൺ ദിനം എന്നാണെന്നാണ്. ഓസോൺ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ ഓസോൺ ഡേ എന്നറിയപ്പെടുന്നത് നമ്മുടെ സെപ്റ്റംബർ 16 എന്ന് പറയുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമാകുന്ന വാതകം ഏതാണ്? നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് കത്തിക്കരുത് എന്ന് പറയുന്നത് ഇത് കത്തിക്കുന്ന സമയത്ത് ഒരുപാട് മാരകമായിട്ടുള്ള ആളുകൾ പുറത്തു വരുന്നതുകൊണ്ടാണ് അല്ലെ. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള വാതകം ഏതാണ്? ഗ്യാസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓപ്ഷൻ ഒക്കെ കാണുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, പ്ലാസ്റ്റിക് കത്തുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാതകം ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡയോക്സിൻ ആയിരിക്കണം. ഈ തന്നിട്ടുള്ളതിൽ ഡയോക്സിൻ എന്ന് പറയുന്ന ആളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസറിന് കാരണമായിട്ടുള്ള വാതകം എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇതേപോലെ തന്നെ നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എല്ലാവരും CFL ബൾബുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്നാൽ ഒരിക്കലും CFL ലാമ്പുകൾ വലിച്ചെറിയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. CFL നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലേക്ക് കലരാനിടയുള്ള ഒരു വിഷവസ്തു ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെർക്കുറി ആണ് അവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ CFL ഒക്കെ പുറത്തേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ മണ്ണിൽ കലർന്നു കഴിഞ്ഞാൽ വലിയ മാരകമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വസ്തു തന്നെയാണ് ആര്? നമ്മൾ ഈ പറയുന്നത് നമ്മളുടെ മെർക്കുറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും ഈ പറഞ്ഞ പോലെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത് എന്ന് നമ്മളോട് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതിന്റെ മുന്നേ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ലോക ജലദിനം എന്നാണ്, വേൾഡ് വാട്ടർ ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർച്ച് 22 ആണോ 21 ആണോ ഏപ്രിൽ 21 ആണോ ഏപ്രിൽ 22 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ മക്കൾ എന്ത് ചെയ്യാ, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക. സാധാരണഗതിയിൽ ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. USS എക്സാം എഴുതാൻ പോകുന്ന മക്കൾ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് അറിയാൻ വേണം അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ലോക ജലദിനം വേൾഡ് വാട്ടർ ഡേ എന്നാണെന്നുള്ളത് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.